ഈ ബലാത്സംഗ കേസിൽ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്ക് ഉപാധികളുടെ ജാമ്യം അനുവദിച്ചത്. ഏതൊക്കെയായിരുന്നു ഉപാധികൾ? മറ്റ് വിശദാംശങ്ങളും. സുരേഷ്, റാപ്പർ വേടന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടുള്ളത്. ഈ പറയുന്ന റാപ്പർ വേടൻ തന്നെ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ അനുവദിച്ചുകൊണ്ടാണ് സിംഗിൾ ബെഞ്ചിന്റെ നടപടി. പ്രധാനമായിട്ടും ഹൈക്കോടതി പരിഗണിച്ചത് കസ്റ്റഡിയിൽ വേടനെ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള ഒരു വിഷയമായിരുന്നു. ചോദ്യം ചെയ്യേണ്ടതില്ല എന്ന ഹൈക്കോടതി കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ അറസ്റ്റ് ഉണ്ടാകുന്ന പക്ഷം ജാമ്യത്തിൽ വിടണമെന്നുള്ള കർശന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ മുൻകൂർ ജാമ്യം അനുവദിക്കുകയായിരുന്നു. കർശന ഉപാധികൾ തന്നെയാണ് ഹൈക്കോടതി വേടന് മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടുള്ള ഉത്തരവിൽ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 9-ന് വേടൻ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം, ചോദ്യം ചെയ്യലിന് വിധേയനാകണം. ആ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യണമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥൻ എത്തുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ജാമ്യത്തിൽ വിടണമെന്നുള്ളതാണ് ഹൈക്കോടതി ഇറക്കിയിട്ടുള്ള ഉത്തരവ്. 3 നിരീക്ഷണങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ ഹൈക്കോടതി പറയുകയും ചെയ്തിട്ടുണ്ട്. ഓരോ കേസിൽ, അതായത് നിലവിൽ സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ നേരത്തെ വാദത്തിനിടെ അറിയിച്ചത് 2 ബലാത്സംഗ കേസുകളാണ് വേടനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളതായിരുന്നു. അതുകൂടാതെ തന്നെ പരാതിക്കാരിയും സമാനമായിട്ടുള്ള വിഷയം ഹൈക്കോടതിയിൽ അവതരിപ്പിച്ചിരുന്നു. മറ്റു പെൺകുട്ടികളെയും റാപ്പർ വേടൻ പീഡിപ്പിച്ചിരുന്നു എന്നുള്ളതായിരുന്നു. ഈ കേസിലെ തൃക്കാക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിലെ പരാതിക്കാരിയും കക്ഷി ചേർന്നുകൊണ്ട് ഹൈക്കോടതിയെ ബോധിപ്പിച്ചത്. പക്ഷേ ഓരോ കേസിലെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണെന്നാണ് ഹൈക്കോടതി നിരീക്ഷണം നടത്തിയിട്ടുള്ളത്. അതുമാത്രമല്ല, ഒരു ബന്ധം പിരിഞ്ഞതിന് ശേഷം മറ്റ് എതിർപക്ഷത്ത് നിൽക്കുന്ന അയാളെ മാനസികമായിട്ട് തകർക്കുവാനും അയാളുടെ ഭാവി നശിപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്താറുണ്ട്. അതുകൂടാതെ തന്നെ മുൻകൂർ ജാമ്യം ഈ ഘട്ടത്തിൽ നിഷേധിച്ചു കഴിഞ്ഞാൽ അത് നീതി നിഷേധമാകും എന്നുള്ള ഒരു വിലയിരുത്തലും ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. തുടർന്നാണ് റാപ്പർ വേടന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് കർശന ഉപാധികളോടെ മുൻകൂർ ജാമ്യം അനുവദിച്ചത്. ശരി, കൊച്ചിയിൽ നിന്നും രേഷ്മ ബാബു ആണ് വിവരങ്ങൾ നൽകിയത്.